ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് കന്യാസ്ത്രീകൾക്കിയുടെ പേരിൽ നടത്തി എന്നുള്ളത് കൊണ്ട് ആ ഒരു കോണ്ടക്സ്റ്റിലായതുകൊണ്ട് ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു, അതിനെ എല്ലാം പറയുന്നു. പക്ഷേ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി, അതായത് ഈ എന്താ പറയുക, ഈ തീ പിടിക്കുമ്പം വാഴ വെട്ടുന്നു അങ്ങനെ പറയില്ല, അമ്മാതിരി ഒരു നടപടിയാണ് അവർ നടത്തിയതെന്നാണ് വാസ്തവം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആ രീതി കൊണ്ടുവരും. കണ്ടോ, കന്യാസ്ത്രീകൾക്കെതിരെ ഞങ്ങൾ ഇത്രയും നടത്തിയിട്ടും ഡയലോഗ് ഇതല്ലേ എന്ന രീതിയിൽ ഇവർ വിവക്ഷിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. വേണുവിന് സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവില്ലെങ്കിലും എനിക്കും ഷൈജുവിനും നന്നായിട്ട് അറിയാം എന്താണ് ചെയ്തത്, എന്താണ് നടന്നതെന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ പാംലാനി പിതാവ് പലതവണയും കുറച്ചുകൂടി ഒരു ബോൾഡായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇതിനു മുമ്പ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ എന്താ പറയുക, ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലും BJPയോട് പെർമനന്റ് സിനഡ് എന്താണോ ആവശ്യപ്പെട്ടിരുന്നത് അതെല്ലാം ചെയ്തു കൊടുത്തു എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. അത് അക്നോളജ് ചെയ്ത് സിനഡ് സെക്രട്ടറി പാംലാനി. അതിനകത്ത് എന്താണ് തെറ്റ്? വിനീതമായി ചോദിക്കുന്നത് കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെടുന്നതിനപ്പുറം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് അനുകൂലമായ നിലപാടാണ് കോടതിയിൽ ഉണ്ടായത് എന്ന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയെ സ്തുതിച്ചല്ലോ പാംപ്ലാനി പലതും പല ഘട്ടങ്ങളിൽ പറയും. 250 രൂപ റബ്ബറിനുണ്ടെങ്കിൽ BJPക്ക് വോട്ട് കൊടുക്കുമെന്ന് പറയും. പിന്നെ കന്യാസ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടാൽ ഉടനെ ശക്തമായി രംഗത്ത് വരും. പിന്നെ അതേ നാവ് കൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയെ പുകഴ്ത്തും. അതൊക്കെ ഏത് രൂപത്തിലാണ് വിശേഷിപ്പിക്കേണ്ടതെന്നറിയില്ല. അങ്ങനെ വിശേഷിപ്പിക്കുന്നതാണോ വലിയ അപാകത, അതോ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നതാണോ അപാകത എന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വിടുന്നു ഞാൻ. പക്ഷേ ശ്രീ കെന്നഡി, ഇവിടെ ഈ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞത്? NIAയിലേക്ക് ഇത് പോകില്ല എന്നാണ്. ഏറ്റവും ഒടുവിൽ ഈ കോടതിയിൽ വന്ന് സർക്കാരിന് വേണ്ടി വാദിച്ചത് ഏത് ഏജൻസിയുടെ അഭിഭാഷകനാണ്? അങ്ങേക്കറിയുന്നതാണ്. NIAയുടെയാണ്. NIAയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് സംസാരിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? താമസ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് NIA ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കണമെന്നതാണ്. ഇനി ഇവർ പോയി മൊഴി കൊടുക്കേണ്ടത് ആരുടെ മുന്നിലായാണ്? ഇപ്പോഴത്തെ കോടതിയുടെ ഈ ഘട്ടം വരെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് എങ്കിൽ അത് NIA ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് പോകേണ്ടത്. അപ്പം പിന്നെ എന്തിനാണ് ഈ കേക്കും കൊണ്ടുപോയത്? എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ്? കേക്കും കൊണ്ട് പോകണമായിരുന്നു ആ ആദിവാസി പെൺകുട്ടികളുടെ വീട്ടിലേക്ക്, ആ അരക്ഷിതരുടെ വീട്ടിലേക്ക്, ഇടികൊണ്ട ആ സഹോദരൻ്റെ അടുത്തേക്ക്, അല്ലേ, ആ അമ്മയുടെ അടുത്തേക്ക്. അതിന് നിങ്ങൾ പോയില്ല. വേണു, ഞാൻ പറഞ്ഞില്ലേ, കന്യാസ്ത്രീകളെ ഈ പറയുന്ന കണക്ക് 8-9 ദിവസം ആയപ്പോഴത്തേക്കും ഇതിങ്ങനെ ഏറ്റവും കുറഞ്ഞത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും 9 ദിവസം, അതെ. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ആ വിഷയം ഒന്ന് കിട്ടും എന്ന് കരുതി ഇവിടെ നമുക്കറിയാമല്ലോ UDF LDF വിഭാഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തി അവരെ ഇറക്കിയത് തീർച്ചയായിട്ടും BJPയുടെ ശക്തമായ ഇടപെടൽ. ഈ ലോകത്തിന് മുഴുവനും അറിയാം. പിന്നെ ആരാണ് ഇടപെടൽ നടത്തിയത്? നോക്കൂ, അവിടെ ഏറ്റവും നിർണായകമായ ഇടപെടൽ വന്നത് ഈ പറയുന്ന പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും നൽകിയ സത്യവാങ്മൂലമാണ്. അതെന്താ അങ്ങ് ചുരുക്കി കാണുന്നത്? അത് രാജീവ് ചന്ദ്രശേഖർ എഴുതി കൊടുത്തതാ? എന്താണെന്നറിയാമോ, ഇവിടെ ആടിനെ പട്ടിയാക്കാനായിട്ട് കുറേ പേര് ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു വിവക്ഷയും കൊണ്ടുവരാൻ ഈ വിമത വിഭാഗങ്ങൾ ഏത് രീതിയിൽ ഇടപെട്ടു, എന്തിടപെട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ അപ്പൊ ഇതല്ലേ